ദാമ്പത്യം. ഭദ്ര, പാറു എണീറ്റോ? നിറയെ സ്നേഹത്തോടെയാണ് ധ്വനി ഭദ്രയുടെ റൂമിലേക്ക് കയറി ചെന്നത്. അവളെ കണ്ടതും ഭദ്ര ഒന്ന് പുഞ്ചിരിച്ചു. എണീറ്റിട്ട് നേരം കുറയായി, ഇനിയിപ്പോൾ ഉറങ്ങും. ഭദ്ര അവൾക്ക് മറുപടിയും നൽകി. ധ്വനിയാണെങ്കിൽ മാരാരുടെ മുറിയിലൂടെ ആകമാനം ഒന്ന് കണ്ണോടിച്ചു. അയാൾക്ക് ഇവളെ ഇവിടെ കിടത്തുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. താനൊന്ന് കയറുന്നത് പോലും പിടിക്കത്തില്ല താനും. ഈ ജന്തുവിനെ കണ്ടച്ചാൽ മതി. ധ്വനിക്കുള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ദേഷ്യമായിരുന്നു തോന്നിയത്. അതവിടെ തന്നെ അടക്കി വെച്ചുകൊണ്ട് അവൾ പുറമേ സംസാരിക്കുന്നത് കേട്ടാൽ ആർക്കും തോന്നില്ല അവളുടെ മനോഭാവം ഇങ്ങനെയാണെന്നുള്ളത്. ഈ സമയത്ത് മാരാരാണെങ്കിൽ ബീനച്ചേച്ചിയെ വിളിക്കാനായി അപ്പുറത്തേക്ക് പോയതാണ്. അശ്വിൻ അവൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. മാരാരെ കണ്ടതും അശ്വിൻ ഒന്ന് ഇളിച്ച് കാണിച്ചു. മാരാർ അവനെ ഗൗനിക്കാതെ കൊണ്ട് സരസ്വതി അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മേ, ബീനച്ചേച്ചി എവിടെ? പുറത്തുണ്ട് മോനെ, കുഞ്ഞിൻ്റെ തുണികൾ നനയ്ക്കുക. ബീനച്ചേച്ചിയോട് അപ്പുറത്തേക്കൊന്ന് വരാൻ പറയും. ഭദ്രയുടെ കണ്ണൊന്ന് കാണിക്കണം. കുഞ്ഞുമോനെ കുളിപ്പിച്ചുറക്കണം. മോനെ, സമയം ഇപ്പോൾ 8 ആകുന്നേ ഉള്ളൂ. നമ്മുടെ ഹോസ്പിറ്റലിലെ ഒപ്താൽമോളജി 10 മണിക്ക് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 9:30 കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ പോരെ? ഞാൻ ഡോക്ടർ രേണുവിനോട് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാനാ. അപ്പോഴേക്കും അശ്വിനവരുടെ അടുത്തേക്ക് വന്നു. എന്താമ്മേ, എവിടെ പോകുന്ന കാര്യമാണ് ഇവൻ പറയുന്നേ? മാരാരുടെ അടുത്ത് ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് അവൻ നിൽക്കുന്നത് പോലും. ഭദ്രമോളുടെ കണ്ണിന് വയ്യമോനെ, എന്തു പറ്റിയെന്നറിയില്ല, ഒരു വീക്കം പോലെ. അതെന്താ? അതെന്താണെന്നറിയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒന്ന് കാണിക്കാമെന്ന് ദേവൻ പറഞ്ഞു. അത് കേട്ടതും അശ്വിൻ മാരാരെ ഒന്ന് അടിമുടി നോക്കി. എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നേ അർത്ഥത്തിലാണ് അശ്വിൻ നോക്കിയത്. പക്ഷെ മാരാർ അവന് മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ബീന ചേച്ചി കയറി വന്നു. ചേച്ചി, ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവാണ്, കുഞ്ഞിൻ്റെ അടുത്തേക്ക് വാ. മാരാർ പറഞ്ഞതും ബീനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. സരസ്വതിയാണ് അവരോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത്. കുഞ്ഞിനെയും കൊണ്ട് പൊയ്ക്കോ ബീനെ, എന്നിട്ട് നീ വണ്ടിയിലിരുന്നാൽ മതി. ഭദ്രമോള് പോയി ഡോക്ടറെ കണ്ടോളും, സരസ്വതി പറഞ്ഞു. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നില്ലേ? ഭദ്ര തനിച്ചാണോ പോകുന്നത്? അശ്വിന് വീണ്ടും സംശയം. ഭദ്ര തനിച്ചല്ല പോകുന്നത്, ഞാനാണ് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. മാരാർ പറഞ്ഞതും അശ്വിൻ അവനെ കണ്ണും പിടിച്ച് നോക്കി നിന്നു. കുഞ്ഞ് വഴക്കുണ്ടാക്കുവാവോ? അതാണ് എൻ്റെ പേടി. ബീന തൻ്റെ ഉള്ളിലെ ആകുലത മറച്ചു വെച്ചില്ല. ചേച്ചി കുഞ്ഞിനെ കൊണ്ട് പോയിക്കോളൂ, വെറുതെ റിസ്ക് എടുക്കണ്ട. കണ്ണിൽ മരുന്നൊക്കെ ഒഴിച്ചിട്ട് ഒരുപാട് നേരം ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വരും. അശ്വിൻ പെട്ടെന്ന് പറഞ്ഞതും മാരാർ പല്ലിഞ്ഞിരിച്ചു. വേണ്ട, അനാവശ്യമായി കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പലതരത്തിലുള്ള ആളുകൾ വരുന്നതാണ്. ബീന ചേച്ചി അപ്പുറത്തേക്ക് ചെല്ല്, അവിടെ ഭദ്രയും കുഞ്ഞും തനിച്ചാണ്. മാരാർ ഗൗരവത്തിൽ പറഞ്ഞു. ഞാനേ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ട മോനെ, എന്നിട്ട് ഇപ്പം തന്നെ പോയിക്കോളാം. അവർ വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കുഞ്ഞിനെ കുളിപ്പിച്ചുറക്കിയിട്ട് പോയാൽ മതി മോനെ, അതാവുമ്പോൾ 2 മണിക്കൂറോളം വാവ കിടന്നുറങ്ങിക്കോളും. ഇല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കെങ്ങാനും എണീറ്റ് കരഞ്ഞാൽ പണിയാകും. സരസ്വതിയുടെ നിർദ്ദേശം മാരാർ അനുസരിക്കുകയും ചെയ്തു. അല്ലമ്മേ, ഇവർ രണ്ടാളും കൂടി ഒരു ഔട്ടിങ്ങിന് പോകാനായിരുന്നല്ലോ പ്ലാന്. അതങ്ങനെ തന്നെ നടക്കട്ടെന്നേ. അശ്വിൻ്റെ ആക്കിയുള്ള സംസാരം മാരാർക്ക് തീരെ പിടിച്ചില്ല. എന്നാലും അവൻ സംയമനം പാലിച്ചനങ്ങാതെ നിന്നു. കാരണം പുറത്ത് റിലേറ്റീവ്സ് വന്നിരിപ്പുണ്ട്. താൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പിന്നെ അത് അവർ കൂടി കേൾക്കും. അതുകൊണ്ടാണ് കുറച്ചു മുന്നേ അശ്വിൻ ഒരു നമ്പർ ഇറക്കിയിട്ടു മാരാർ അനങ്ങാതെ നിന്നത്. അശ്വിൻ്റെ കല്യാണമാണല്ലോ എന്നൊരു പരിഗണന കൂടി മാരാർ അവന് കൊടുത്തു. അമ്മേ എന്നൊന്ന് വിളിച്ച ശേഷം മാരാർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ ചെന്നപ്പോൾ ധ്വനി മാരാരുടെ റൂമിലുണ്ട്. അവൻ വരുന്നെന്ന് കണ്ടതും പെട്ടെന്ന് തന്നെ ധ്വനി ഭദ്രയോട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ഭദ്രയുടെ ഹസ്ബൻഡ് എവിടെയാണ്? ധ്വനിയുടെ ചോദ്യം കേട്ട് ഭദ്രയ്ക്ക് പെട്ടെന്നൊരു ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. നാട്ടിലുണ്ടോ അതോ വിദേശത്താണോ? വീണ്ടും അവൾ അടുത്ത ചോദ്യം എടുത്തിട്ടു. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? താൻ സെപ്പറേറ്റഡ് ആണോ? തന്നെ കണ്ടാൽ അങ്ങനെ പ്രശ്നമുണ്ടെന്നൊന്നും പറയില്ല കേട്ടോ. താൻ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പെൺകുട്ടി തന്നെയാണ്. ദേവിൻ്റെ ഭാര്യയാണെന്ന മട്ടിലാണ് തൻ്റെ ബിഹേവിയർ. ധ്വനി ഉള്ളിലുള്ള അമർഷം അങ്ങോട്ടങ്ങ് തുറന്ന് കാണിച്ചു. ഭദ്രയാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാതെ കുഞ്ഞിനെയും കൊണ്ടിരുന്നു. കാരണം
താൻ എന്തു മറുപടി പറഞ്ഞാലും സരസ്വതിയമ്മ ഇവരോടൊക്കെ തന്നെപ്പറ്റി പറഞ്ഞത് എന്താണെന്ന് അവൾക്കറിയില്ല. എടോ, തന്നെ ആരെങ്കിലും ചീറ്റ് ചെയ്തതാണോ? എന്താ ഒന്നും പറയാത്തത്? ശരിക്കും ഈ കുഞ്ഞിന് അച്ഛനുണ്ടോടോ? അതോ ഐ മീൻ 4-5 പേര് ചേർന്നുവല്ലോ? ധ്വനി ചോദിച്ചതും ബദ്രിയുടെ മിഴികൾ നിറഞ്ഞു. അഥവാ കുഞ്ഞിന് അച്ഛനില്ലെങ്കിൽ നിനക്കുണ്ടാക്കി കൊടുക്കാൻ അറിയാമോ ധ്വനി? മാരാരുടെ ശബ്ദം പുഴുങ്ങി. നിറഞ്ഞ മിഴിയോട് ഭദ്ര നോക്കിയതും ധ്വനിയുടെ അടുത്തേക്ക് കയറി വരുന്ന മാരാരിയായിരുന്നു അവൾ കണ്ടത്. അവൻ്റെ മിഴികൾ കത്തിജ്വലിച്ചു നിന്നു. അവൻ്റെ നാസികത്തുമ്പും കവിൾത്തടവും വിറകൊള്ളുന്നത് ഭദ്ര കണ്ടു. ഒപ്പം അവൻ്റെ കൈമുഷ്ടി രണ്ടും അവൻ ചുരുട്ടിയാണ് വരുന്നത്. ധ്വനി, അച്ഛനെ ഉണ്ടാക്കി കൊടുക്കാൻ തനിക്കറിയാമോ ധ്വനി? ബാംഗ്ലൂരിൽ ഇയാൾക്കിതാണോ തൊഴിൽ? എൻ്റെ ചോദ്യം അയാൾക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? അവൻ്റെ ശബ്ദം മുഴുങ്ങും തോറും ഭദ്രയെ ശരിക്കും വെറിച്ചു. എന്നാൽ ധ്വനി അവൾ അത്രയ്ക്കങ്ങ് കൂസാകാതെ നിൽക്കുകയാണ്. ആ പണി അറിയാമെങ്കിൽ താനൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തൻ്റെ അടുത്തേക്ക് അയക്കാം. ഞാനും ഭദ്രയും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ ദേവിനെ ഇങ്ങോട്ടാരും ക്ഷണിച്ചില്ലല്ലോ. ചീപ്പ് ക്യാരക്ടറാണല്ലോ തൻ്റേത്. മറ്റുള്ളവർ സംസാരിക്കുന്ന കേട്ട് അത് ഏറ്റുപിടിച്ച് പറയുന്നതേ ഒരുമാതിരി തരം താഴ്ന്ന വക്കീലന്മാരുടെ പണിയാണ്. വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്ത വിധത്തിൽ അവൾ മാരാരെ നോക്കി മറുചോദ്യം ചോദിച്ചു. ഇതെൻ്റെ വീടാണ്, ഈ റൂം എൻ്റെയാണ്. ഇവിടെയൊക്കെ എനിക്ക് കയറി വരാൻ ധ്വനി എന്നെ ക്ഷണിക്കണമെന്ന് ഞാനെന്തെങ്കിലും എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ടോ? അവൻ്റെ ആ ചോദ്യത്തിൽ ധ്വനി ഒരല്പനേരം മൗനം പൂണ്ടു. എൻ്റെ ക്യാരക്ടർ ചീപ്പായിരിക്കും, അതിന് തനിക്കെന്താണ് ഇത്ര ദണ്ണം? തന്നെ കെട്ടിക്കോളാന്ന് ഞാൻ വാക്കുവല്ലതും തന്നിട്ടുണ്ടോ? ഏയ്, അത്രയ്ക്ക് തരം താഴ്ന്നവനല്ല ഈ മാരാർ. പിന്നെ വക്കീലിൻ്റെ പണി അതെന്താണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ ChatGPT ഒന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. ഇനി എൻ്റെ പണി അറിയാനാണെങ്കിൽ അതപ്പുറത്തെ സരസ്വതി അമ്മയോടോ അശ്വിനോടോ ചോദിച്ചാൽ അവർ വിശദമാക്കി തരും. മറുപടി പറയാതെ അവൾ ഒരു കത്തുന്ന നോട്ടമാണ് അവനെ നോക്കിയത്. ഭദ്രയുടെ സ്വകാര്യതയിൽ കയറി ചൊറിയാൻ എനിക്ക് നാണമില്ലേടോ? ഒന്നുമില്ലെങ്കിലും ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ലേ താന്. ചീപ്പ് ആരാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ധ്വനിക്ക് മനസ്സിലായല്ലോ. സി മിസ്റ്റർ ദേവ്, ഞാൻ ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ മുതൽ ഭദ്രയെ കാണുന്നതാണ്. ഇയാളോടും ഈ കുഞ്ഞിന് നല്ല കമ്പനിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ത് ചെയ്യുന്നു ഞാനൊന്ന് ചോദിച്ചു പോയി. അത് അത്രയ്ക്ക് വലിയൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ റൂം, ഈ വീട്, ഇതൊക്കെ ദേവിൻ്റെ സ്വന്തമാണ്. ഇവിടേക്ക് കയറി വന്നത് എൻ്റെ തെറ്റുമാണ്. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. റിയലി സോറി. ഇനി ഇയാളുടെ വീട്ടിലേക്ക് ഞാൻ വരില്ല. പിന്നെ ഭദ്രയോട് ചോദിച്ചത് അത് ഞാൻ ചോദിച്ചത് തന്നെയാണ്. ഈ കുഞ്ഞിൻ്റെ അച്ഛൻ എവിടെയെന്ന് ഭദ്രയ്ക്ക് തുറന്നു പറയാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? എല്ലാവർക്കും ഒരച്ഛനും അമ്മയാണുള്ളത്. കുഞ്ഞമ്മൂനും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. ഇനി ഒന്നിൽ കൂടുതൽ തന്തയുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇരിക്കട്ടെന്നേ, ചിലവിനുള്ളത് അമ്മയ്ക്കും മോൾക്കും അത്യാവശ്യം ഏറെ സമ്പാദിക്കാം. ഇയാൾക്ക് വേറെ പണിക്കൊന്നും പോകേണ്ട കാര്യമില്ല. ധ്വനി പറഞ്ഞു തീർന്നതും മാരാർ അവളുടെ കരണം നോക്കി പൊട്ടിക്കാൻ അവൻ്റെ കൈ ഉയർത്തി. പെട്ടെന്ന് ഭദ്ര അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ദേവേട്ട പ്ലീസ്, വേണ്ട. പാവം ഭദ്ര പൊട്ടിക്കരയുകയാണ്. എനിക്കിവളെ അടിക്കാൻ അറിയാൻ വയ്യഞ്ഞിട്ടല്ല. ഈ മാരാരുടെ കൈകൊണ്ട് കൊടുക്കുവാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ നീയൊന്ന് എഴുന്നേറ്റ് വരണമെങ്കിൽ ഈ മാരാർ തന്നെ വിചാരിക്കണം. അവൻ ധ്വനിയെ നോക്കി പുലമ്പി. അപ്പോഴും ഭദ്ര കരയുകയാണ്. അവളുടെ കരച്ചിൽ കണ്ടുകൊണ്ട് ധ്വനിക്ക് പുച്ഛമായിരുന്നു തോന്നിയത്. ഈ കണ്ണീർ കാണിച്ചാണോ ഭദ്ര നീ എല്ലാവരെയും മയക്കിയത്? ധ്വനി ചോദിക്കുന്ന കേട്ട് അശ്വിനും ഓടിക്ക് വന്നു. അവൻ കയറി വരുന്നത് കണ്ടിട്ടാണ് ധ്വനി ആ ചോദ്യം എടുത്തിട്ടത്. ഭദ്ര കരയുന്ന കണ്ടതും അശ്വിന് സങ്കടമായി. ഭദ്ര, എന്തു പറ്റി? നീ എന്തിനാ മോളെ കരയുന്നത്? അവൻ വന്നിട്ട് ഭദ്രയുടെ തോളിൽ പിടിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഭദ്ര പിന്നിലേക്ക് നീങ്ങി. അങ്ങനെ ഒരുത്തിനെ മയക്കുന്നവളല്ലടാ ഭദ്രലക്ഷ്മി. തനിക്ക് ആള് മാറിപ്പോയി കാണും. ചെന്നിട്ട് കണ്ണാടി നോക്കിയാൽ മതി. ഈ സംശയം ഇവിടം കൊണ്ട് തീരും. പിന്നെ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ ഒന്നിൽ കൂടുതൽ തന്തയുണ്ടെന്ന്? ആ പാരമ്പര്യം ഇയാൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ തൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് രജിസ്റ്റർ ചെയ്യും. നല്ല കുടുംബത്തിൽ നിന്ന് തന്നെ വിവാഹാലോചന വരും. പേരുകൾ മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ആയിക്കോളൂ.
അപ്പോൾ ചെറുക്കൻ കൂട്ടർക്ക് തന്നെ മൊത്തത്തിലൊരു വിലയിടാൻ പറ്റൂ. മാരാരുടെ ഒരു ഒന്നൊന്നര മറുപടി വന്നത് ധ്വനിക്ക് താൻ നഗ്നയാക്കപ്പെട്ടതുപോലെ തോന്നി. ധ്വനി, എന്താടി, എന്തു പറ്റി? നിങ്ങളിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? അശ്വിൻ ധ്വനിയോട് ചോദിച്ചു. ഈ കുഞ്ഞിൻ്റെ തന്ത ആരാണെന്ന് ഞാനൊന്ന് ചോദിച്ചേ ഉള്ളൂ. അത് ദേവിനവക്കും ഇഷ്ടപ്പെട്ടില്ല. ദേവിൻ്റെ വീട്ടിലേക്ക് അബദ്ധത്തിൽ കയറി വന്നതാണ്. തിരിച്ചു പൊയ്ക്കോളാമേ, സോറി. അഹങ്കാരം, അത് ഇവിടെ ഈ ദേവന്മാരാരുടെ വീട്ടിൽ ഞാൻ വെച്ചു പൊറുപ്പിക്കില്ല, അംഗീകരിച്ച് തരത്തുമില്ല. എടാ അശ്വിൻ, ഈ ദേവദത്തന്മാരാരാണെന്ന് നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേക്ക്, നിന്റെ പുന്നാര അനിയത്തിക്ക്. മാരാർ പറഞ്ഞതും അശ്വിൻ ധ്വനിയെ ഉറ്റുനോക്കി. ബീന ചേച്ചി കൂടി അവിടേക്ക് വന്നതോടെ മാരാർ കൂടുതലൊന്നും പറയാതെ കുഞ്ഞമ്മൂനെ എടുത്ത് അപ്പുറത്തെ റൂമിലേക്ക് പോയി. അവന് വിഷമമായി. അവന് മനസ്സിലായി ധ്വനിയൊരു കാളകൂട വിഷമാണെന്നുള്ളത്. ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് മാരാർ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. എൻ്റെ കുഞ്ഞമ്മൂന് ഈ ദേവച്ചനുണ്ട്. ദേവച്ചൻ മാത്രം മതി കേട്ടോ. അവളോട് പോകാൻ പറ. അവൻ കുഞ്ഞിൻ്റെ കാതിൽ മന്ത്രിച്ചു. അശ്വിൻ വന്നിട്ട് മാരാരുടെ അരികിലിരുന്നു. തങ്കപ്പെട്ട സ്വഭാവമാണെന്ന് നീ പറഞ്ഞിട്ടധികം നേരമായില്ല. ഇവളെ ആണോടാ ഞാനെൻ്റെ ജീവിതകാലം മുഴുവൻ കൂടെ കൂട്ടിവെച്ച് പൊറപ്പിക്കേണ്ടത്? ഇവൾക്ക് പറ്റിയ ഏതെങ്കിലും മുതലിനെ ഇവള് തന്നെ കണ്ടുപിടിച്ചോളും. ബാംഗ്ലൂരിലെ സ്വത്തും പണവുമൊക്കെ കൊടുത്ത് നല്ല ഒരുത്തിനെ വിലയ്ക്ക് വാങ്ങിക്കും. നീ കാലത്തെ പറഞ്ഞതു പറഞ്ഞു. ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. നമ്മൾ തമ്മിലുള്ള ബന്ധം കൂടി മറക്കാൻ തയ്യാറാണെങ്കിൽ ഇമാതിരി സെൻറ്റൻസൊക്കെ നീ ഇറക്കിയാലും തരക്കേടില്ല. മാരാർക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് അശ്വിനും മനസ്സിലായി. പക്ഷെ അധികമൊന്നും സംസാരിക്കാതെ അവൻ നിന്നു. മോനെ, ദേ മിക വിളിക്കുന്നു, ഒന്നിങ്ങോട്ട് വരുമോ? സരസ്വതിയുടെ ശബ്ദം കേട്ട് അശ്വിൻ എണീറ്റു. എടാ സോറി. അവൻ പതിയെ മാരാരുടെ കയ്യിൽ തോളിൽ ഒന്ന് തട്ടി. എന്നോട് സോറിയൊന്നും പറയേണ്ട കാര്യമില്ല. അവൾ പറഞ്ഞതിനുള്ള മറുപടി അവൾക്ക് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അകത്തൊരുത്തി കരയുന്നുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി. പിന്നെ ഇപ്പം തൽക്കാലം നീ അപ്പുറത്തേക്ക് ചെല്ല്. ആ കുട്ടി വിളിക്കുന്നില്ലേ, ചെന്നിട്ട് അവളോട് സംസാരിക്കും. മാരാർ കുഞ്ഞിനെ കൊണ്ട് എണീറ്റ് ഭദ്രയുടെ അരികിലേക്ക് പോയി. മേശമേൽ മുഖം ചേർത്ത് വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് ഭദ്ര. നിന്റെ മൂങ്ങിച്ച തീരാറായോടി. തീരുന്ന സമയമൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനപ്പോഴേക്കും റെഡിയായി വന്നേക്കാം. മാരാർ വഴക്ക് പറഞ്ഞതും ഭദ്ര കസേരയിൽ നിന്ന് ചാടി എണീറ്റു. പോയി റെഡിയാവാൻ നോക്ക്. ഹോസ്പിറ്റലിൽ പോകണ്ടേ? അവൻ ഉച്ചത്തിൽ ചോദിച്ചു. തുടരും. കഴിഞ്ഞ തവണ ഞാൻ പാറ്റിട്ടപ്പോൾ കുറച്ചു പേരൊക്കെ എനിക്ക് റിവ്യൂ ഇട്ട് തന്നു കേട്ടോ. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് റിവ്യൂ എഴുതുകയും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു.